നരസിംഹറാവുവിൻ്റെ അഴിമതി, രാജീവ് ഗാന്ധിയുടെ കാലം കഴിയുമ്പോൾ കോൺഗ്രസ് പിന്നെ അഴിമതിയുടെ കുംഭകോണങ്ങളിൽ ചെന്നപ്പെട്ടു. ശരി തെറ്റുകൾക്കപ്പുറം 2G സ്പെക്ട്രം തുടങ്ങിയിട്ടുള്ള 100,000 അഴിമതികളിൽ ചെന്നപ്പെട്ടു. ചിദംബരം അടക്കമുള്ള ആളുകളൊക്കെ ജയിലിൽ പോകുന്ന നിലയിലേക്കുള്ള വലിയ അഴിമതി ചെന്നപ്പെട്ടു. ഡൽഹിയിലൊക്കെ വിലക്കയറ്റം, റെയിൽവേയുടെ വില കൂട്ടൽ, അതുപോലെ തന്നെ റെയിൽവേ ഒന്നും ആർക്കും വേണ്ടാത്ത രീതിയിൽ അങ്ങ് മാറിക്കഴിഞ്ഞു. ഒരു ഇതുമില്ലാത്ത രീതിയിൽ റെയിൽവേ ഒക്കെ അങ്ങ് നഷ്ടത്തിലേക്ക് പോയി, അത് വിൽക്കുന്ന നിലയിലേക്ക് പോയി. വേറൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റെയിൽവേ മാറി. വൈദ്യുതി ചാർജ് കൂടുന്നു, വെള്ളത്തിന് ചാർജ് കൂടുന്നു. ഇങ്ങനെ വന്നപ്പോൾ എന്താണോ ഇന്ത്യയിൽ ജാതി ഹിന്ദു രാഷ്ട്രീയമൊക്കെ പരീക്ഷിച്ചിരുന്ന കോൺഗ്രസ് പരീക്ഷിച്ചിരുന്ന് അവരെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ, മുസ്ലിങ്ങളെയും ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും അവരെ കൂടെ നിർത്തി കൊണ്ടുപോയിരുന്നെങ്കിൽ അവിടെ വിള്ളലുണ്ടാക്കുവാൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടത്തിയ രഥയാത്ര, LK അദ്വാനിയുടെ നേതൃത്വം നടത്തിയ രഥയാത്രയും പിന്നെ വന്നിട്ടുള്ള രാമായണം സീരിയൽ ഉൾപ്പെടെ, അത് അടുത്തോളൂ, രാമായണ സീരിയൽ ഉൾപ്പെടെയുള്ള കൃത്യമായി കോൺഗ്രസ് എന്താണോ മുമ്പ് ചെയ്തിരുന്നത് അതിനെ വളർത്തിയെടുക്കുന്നതിൽ കൃത്യമായി രാമക്ഷേത്രവും എല്ലാം വളർത്തിയെടുക്കുന്നതിൽ BJPക്ക് കഴിഞ്ഞു. അതിന് RSS സംഘപരിവാറിൻ്റെ വലിയ പിന്തുണയും ഉണ്ടായിരുന്നു.